ഒന്നിടവിട്ട് യൂസ് ചെയ്തിട്ട് അവൾ പറയണ്ടായി 1.5 ഇഞ്ച് 2 ഇഞ്ച് വരെയൊക്കെ മുടി വളർന്നു എന്ന്. അപ്പോൾ അവളാണെങ്കിൽ മുടി വളരുമ്പോൾ തന്നെ വെട്ടുകയും ചെയ്യും, അതുകൊണ്ടാണ് ഇത്ര ഉള്ളത് മുടി. ഇങ്ങനത്തെ കാര്യങ്ങൾ ചിലതൊക്കെ ചെയ്യാറുണ്ട്, ചിലതൊക്കെ മടിയാണ് പുള്ളിക്കാരിക്ക് ചെയ്യാൻ. ഇത് അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ ഗ്രോത്ത് ടിപ്പാണ്, അല്ലെങ്കിൽ ഒരു ഹെയർ കെയർ ടിപ്പാണ്. നമ്മുടെ മുടി നന്നായിട്ട് വളർത്താനും അതുപോലെ തന്നെ ടോട്ടൽ അപ്പിയറൻസ് ഒന്ന് മാറ്റിയെടുക്കാനും പറ്റിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ടിപ്പ്. അപ്പോൾ ഒരൊറ്റ സംഗതി വെച്ച് നമ്മളുടെ മുടിയുടെ ഫുള്ളായിട്ടുള്ള അപ്പിയറൻസ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നമ്മളുടെ ചാനലിൽ ഇപ്പോൾ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയും ആ സീരീസും ആ വീഡിയോസും തമ്മിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിൽ പെടുന്നതല്ല, ഇത് സെപ്പറേറ്റ് നമ്മളൊരു ടിപ്പായിട്ട് ചെയ്യുന്നതാണ്. ഇത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് കിട്ടില്ല, അതിനനുസരിച്ച് ഇവിടെ വേറെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ചാലഞ്ചിൽ യൂസ് ചെയ്യാനാണ് ഞാനിത് വാങ്ങിപ്പിച്ചത് അതിന് വേണ്ടിയാണ്. പക്ഷേ ഇതിപ്പോൾ എല്ലാവർക്കും അവൈലബിൾ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു വിഷമാവില്ല. അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഇത് വേറെ സെപ്പറേറ്റ് ഒരു ടിപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്, ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം കേട്ടോ. നമ്മളുടെ ചാലഞ്ചിൻ്റെ അപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം, എന്താണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ കുഞ്ഞി വലിയ സീക്രട്ട് ബിയറാണ്. നമ്മുടെ ബിയർ, നമ്മുടെ സ്വന്തം ബിയർ. ഇത് കുടിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുടി വളരാനും അതുപോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ട് വെക്കാനും നല്ല ബൗൺസി ആയിട്ട് എടുക്കാൻ നെസിയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആണ്. കാര്യം അവൾക്ക് ഇത്രയും ഹെയർ അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ബിയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആ ചുരുണ്ട മുടി ഇങ്ങനെ കാണാൻ വേണ്ടി നല്ല എന്താ പറയുക, നല്ല ഒരു ഒറ്റയായിട്ട് കിടക്കുകയും ചെയ്യും, കാണാൻ നല്ലൊരു ഭംഗിയായിട്ട് ഇങ്ങനെ ബൗൺസി ആയിട്ട് ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന പോലെ ഇരിക്കില്ലേ, അതേപോലെ ഒരു നല്ല ഭംഗിയായിട്ടിരിക്കും മുടി. അതുകൊണ്ട് അവൾക്ക് ബിയർ എപ്പോഴും അവൾ ഹെയർ വാഷ് ചെയ്യാറുണ്ട്. ഈ ബിയർ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായപ്പോൾ നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കണമായിരുന്നു, അതുകൊണ്ട് ബബിൾസ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഇത് ഇത്രയും നെസിയൻ്റെ അനിയത്തി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇന്നാണ് ഞാൻ ഈ ബോട്ടിൽ നിന്ന് ഇപ്പോൾ എടുക്കാൻ പോണേ. അപ്പോൾ നമുക്ക് അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ഇപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം എന്തോരം ആണെന്ന്. ഏകദേശം ഒരളവ് നമുക്ക് കിട്ടിയാൽ മതി, ഇത്രയൊക്കെ മതിയാവും. ഈ ഒരു ഹാഫ് ഗ്ലാസ് മതി, വളരെ കുറച്ച് മതി. ബിയർ ഗ്ലാസ്സിൽ നിന്ന് മാറ്റി ഒരു കുഞ്ഞ് സ്പ്രേയിങ് ബോട്ടിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പ്രേയിങ് ബോട്ടിൽ ഇല്ലെങ്കിൽ ഇടാൻ പറ്റിയ വേറൊരു ഐഡിയ ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പ്രേയിങ് ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഗ്ലാസ്സിൽ ആ ഒരു അളവ് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തേ കേട്ടോ. എന്നിട്ട് നമുക്കിതിന് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണം. നമ്മൾ അപ്പോൾ ബിയർ തലയിൽ ഇടുന്നതിന് മുന്നേ, ബിയർ അല്ല എന്ത് മാസ്ക് ആണെങ്കിലും പാക്സ് ആണെങ്കിലും തലയിൽ ഇടുന്നതിന് മുന്നേ നമ്മുടെ മുടിയുടെ കെട്ടൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞു വെക്കണം. ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടി ബിയർ ഇട്ട് കഴിഞ്ഞ് നനഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കെട്ട് കളയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് മുടി പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് ടാങ്കിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് തലയിൽ ബിയർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ തലയിൽ എണ്ണ ഇട്ടിട്ടില്ല, അതായത് എൻ്റെ ഒരു മീഡിയം എന്താ പറയുക കോമ്പിനേഷൻ ഹെയർ ആണ്, ഡ്രൈയും അല്ല ഓയിലും അല്ല. ഇപ്പോൾ നിങ്ങളുടെ ഹെയർ ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ബിയർ അപ്ലൈ ചെയ്യാം, ഓയിലി ആണെങ്കിൽ എണ്ണ ഇടേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മളുടെ ഹെയർ ടൈപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളുടെ വിരലിൻ്റെ അറ്റം കൊണ്ടിട്ട് പതിയെ ഒന്ന് മസാജല്ല, ഒന്ന് പതിയെ അമർത്തി ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ അത് ആവാത്ത സ്ഥലത്തേക്കും കൂടി നന്നായിട്ട് സ്പ്രെഡ് ആയിക്കോളും. അതുപോലെ തന്നെ ഈ ബിയർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെങ്കിലും പുറത്തെടുത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് നന്നായിട്ട് മാറ്റിയിട്ടാണ് എടുക്കണത്. ഡയറക്റ്റായിട്ട് അത്രയും തണുപ്പ് നമ്മുടെ തലയിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ തുമ്മലും ജലദോഷമൊക്കെ വരും. അതുകൊണ്ട് ഇതിപ്പോൾ തൊട്ടിട്ടുണ്ടെങ്കിൽ ചെറിയൊരു തണുപ്പുണ്ട്, എന്നാൽ ഭയങ്കര തണുത്തതുമില്ല, അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ എടുത്തേക്കണത്. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കണം കേട്ടോ. നമ്മൾ ഇതിങ്ങനെ ഒരു കുപ്പിയിൽ, ഇതിപ്പോൾ ഒരു 100 ml ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, ഒരു കുഞ്ഞു കുപ്പിയാണ് കേട്ടോ. അതിൽ ഫുൾ എടുത്തിട്ട് ഹാഫ് മാത്രമാണ് സ്കാൽപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളൂ, ബാക്കി ഹാഫ് നമുക്ക് ഷാഫ്റ്റിലേക്ക് ഇടാം. അപ്പം ഭയങ്കര കുറച്ച് മതി, ഇത്തിരി മതി. വീട്ടിലാരെങ്കിലും ബിയറടിക്കുന്ന സമയത്താണെങ്കിൽ ഒരു ഇത്തിരി എടുത്ത് മാറ്റി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് ഷാഫ്റ്റിലേക്ക് ഇടാം. നമ്മൾ സ്കാൽപ്പിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്നൊരു മസാജിങ് കൊടുക്കണം കേട്ടോ. സ്കാൽപ്പിൽ സർക്കുലർ മോഷൻ ഒന്നുമല്ല, വെറുതെ നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ച് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് താഴേക്കും കൂടി അറ്റം വരെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബിയർ എടുത്ത് സ്പ്രേയിങ് ബോട്ടിൽ കാലിയായിട്ടുണ്ട്. ഞാനിവിടെ തലയുടെ ഈ ഭാഗം തൊട്ട് മുടിയുടെ അറ്റം വരെ നന്നായിട്ട് ബിയർ ഇട്ടിട്ട് കുളിച്ച് നിൽക്കണേ കേട്ടോ. അപ്പം
കൈയൊക്കെ ചെറുതായിട്ട് നൊട്ടുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത്, എല്ലാവർക്കും യൂസ്ഫുൾ ആണ്, പക്ഷേ എസ്പെഷ്യലി യൂസ്ഫുൾ ആവുന്നത് ഓയിലി സ്കാൽപ്പായിട്ടുള്ള ആൾക്കാർക്കാണ്. അപ്പം എന്തൊക്കെ ചെയ്തിട്ടും ഓയിലി സ്കാൽപ്പ് തന്നെ ആണെങ്കിൽ ബിയർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയർ നമ്മളുടെ സ്കാൽപ്പിനെ നോർമലായിട്ട് കൊണ്ടുവരും, അതായത് pH നോർമലാക്കും. അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈ ആണെങ്കിലും നമ്മൾ സ്കാൽപ്പിനെ നോർമൽ pHലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബിയർ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ ബിയർ അടങ്ങിയിട്ടുള്ള ബിയർ ഷാമ്പൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിൽ ഒരുപാട് ഷാമ്പൂസ് ഒക്കെ ഉണ്ട്, അതിന് നല്ല ഡിമാൻഡുമാണ്. അപ്പോൾ ബിയറിന് നമ്മുടെ മുടീനെ നന്നായിട്ട് വളർത്തിയെടുക്കാനും അതിനെ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാനും പറ്റും. അപ്പോൾ അത് നെസിയെ ഇവിടെ യൂസ് ചെയ്തിട്ട് അവൾ കഴിഞ്ഞിടയ്ക്കല്ല, കുറേ നാൾ മുമ്പ്, ഞാനൊരു സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത്, അപ്പോഴാണ് നമ്മൾ ബിയർ ആദ്യമായിട്ട് പരീക്ഷിച്ചത് തലയിൽ. അപ്പോൾ അവൾ ഇട്ടപ്പോഴേക്കും അവൾക്ക് 2 ആഴ്ച ഒന്നരാടം ഇട്ട്, ഒരു ദിവസം ഇടും ഒരു ദിവസം ഇടില്ല, അങ്ങനെ ഇട്ട് നോക്കിയിട്ട് അവൾ പറയണ്ടായി 2 ആഴ്ച കൊണ്ട് എൻ്റെ മുടി 2 ഇഞ്ച് വളർന്നു, അതുകൊണ്ട് ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബിയർ യൂസ് ചെയ്യും. പക്ഷെ പുള്ളിക്കാരി ഇത്രയും ഹെയറാണ് അവൾക്ക് ഇഷ്ടം, അതുകൊണ്ട് ആ ഒരു ലെവലിൽ വെച്ചാണ് മുടി വെട്ടുള്ളൂ. ഇങ്ങനെ ബിയർ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അവളുടെ താരൻ മാറി, നല്ല താരൻ ഉണ്ടായിരുന്നു തലയിൽ, താരനൊക്കെ മാറി, ഓരോ സ്ട്രാൻഡ്സും നല്ല തിക്കായി, അതുപോലെ തന്നെ മുടിയുടെ കൊഴിച്ചിലും മാറി. അപ്പോൾ നമ്മളിത് ഒരു വട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് റിസൾട്ട് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല, ഒരു സംഭവമാണ് നമ്മളുടെ ഈ ബിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ഒരു ട്രൈ ചെയ്ത് നോക്കുക. 100% റിസൾട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടും. പിന്നെ മുടി വളരാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യണം. ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പോൾ സ്പ്രേയിങ് ബോട്ടിൽ ഇല്ലാത്തവർക്കാണെങ്കിൽ വേറൊരു ടിപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സാധാരണ കുളിക്കില്ലേ, എണ്ണയിട്ട് ഒക്കെ കുളിക്കാൻ പോകില്ലേ, അപ്പോൾ ഷാമ്പു യൂസ് ചെയ്യും. ഷാമ്പു യൂസ് ചെയ്യുമ്പോഴേക്കും ആ ഷാമ്പുവിലേക്ക് ഒരു 1/2 ഗ്ലാസ് ബിയർ എടുത്ത് മിക്സ് ചെയ്യുക, വെള്ളവും കൂട്ടി, 1/2 ഗ്ലാസ് ബിയറും 1/2 ഗ്ലാസ് വെള്ളവും കൂടി ആ ഷാമ്പുവിലേക്ക് മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ആ ഷാമ്പു നമ്മൾ സാധാരണ യൂസ് ചെയ്യണ പോലെ കഴുകി കളഞ്ഞാൽ മതി. അങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യാതെ അങ്ങനെയും കൂടി ചെയ്യാം. അപ്പോൾ രണ്ടും ഈക്വൽ ബെനിഫിറ്റ് തന്നെയാണ്. പക്ഷേ കുറച്ച് നേരം നമ്മൾ തലയിൽ വെച്ച് കഴിഞ്ഞാലാണ് എന്താ പറയുക, അതൊന്ന് നന്നായിട്ട് തലയിലേക്ക് അബ്സോർബ് ആകുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിയില്ലെങ്കിൽ പെട്ടെന്നൊക്കെ ചെയ്യാനാണെങ്കിൽ ഷാമ്പൂവിൽ മിക്സ് ചെയ്തിട്ടാണെങ്കിലും സ്കാൽപ്പിൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്താൽ മതി. അതും നല്ലൊരു എഫക്റ്റ് ആയിരിക്കും കേട്ടോ തരണത്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാവരും നമ്മളുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ വീഡിയോയും കൂടി കണ്ടു വെക്കണം. ബിയർ കുടിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണം, നമ്മളിത് മുടി വളരാൻ വേണ്ടിയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സജഷൻസും കമൻസൊക്കെ എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.